ഹായ് ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പം ഇന്നായിരുന്നു നമ്മുടെ +2 2026 പബ്ലിക് എക്സാം, സ്റ്റേറ്റിൻ്റെ പബ്ലിക് എക്സാം മാത്സ് ആയിരുന്നു ഇന്ന്, മാർച്ച് 17. ഇതാണ് ക്വസ്റ്റ്യൻ പേപ്പർ. എൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാനൊന്നും എഴുതാൻ പറ്റൂല. അപ്പോൾ എന്തായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറിനെ പറ്റി ഞാൻ ഒന്നും പറയുന്നില്ല. ഞാൻ നേരെ എക്സാമിൻ്റെ ആ ഒരു ഇതിലേക്കാണ് കടക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് പറയാം. സത്യം പറഞ്ഞാൽ ചിരിക്കണം കരയണമെന്ന് പോലും അറിയത്തില്ല. അതായത് നമ്മൾ ഈ ചില സമയത്ത് ഫുള്ളി നമ്മുടെ കിളിയൊക്കെ പോയി നമ്മൾ എന്തോ ഒരവസ്ഥയാകുമ്പോൾ ഇങ്ങനെ ചിരിച്ചുകൊണ്ടേ ഇരിക്കും. അതാണ് ഞാനിപ്പം. ആൻഡ് എക്സാമിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്കറിയാം എല്ലാവർക്കും തന്നെ അത്യാവശ്യം ആയിരിക്കും. വളരെ ചുരുക്കം ആളുകൾക്ക് ചിലപ്പം സിമ്പിളായിരുന്നേക്കാം. അത്യാവശ്യം നല്ല രീതിക്ക് ടെക്സ്റ്റൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ട് പോയവർക്ക് സാധാരണ PYQ ഒക്കെ പ്രാക്ടീസ് ചെയ്ത് ഒരു അത്യാവശ്യം പഠിച്ചു പോയവർക്ക് അത്യാവശ്യം കുറച്ച് ടഫായിരിക്കും. ഇനി ഒന്നും പഠിക്കാതെ പോയവരുടെ അവസ്ഥ വളരെ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ എന്തായാലും ഈ പരീക്ഷ കഴിഞ്ഞു. ഇനിയിപ്പോൾ നിങ്ങൾ ഇതിനെപ്പറ്റി ആലോചിച്ചിട്ട് എന്തോ ഒരു കാര്യമില്ല. കിട്ടാനുള്ളത് കിട്ടുള്ളൂ. അപ്പം ഇനിയിപ്പം നിങ്ങൾ കുറേ ടെൻഷൻ അടിച്ച് കരഞ്ഞ് വർക്കിയെന്ന് പറഞ്ഞുകൊണ്ട് ആരും നിങ്ങൾക്ക് മാർക്ക് കൂട്ടി തരാൻ പോകുന്നില്ല. സോ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ആ ഒരു ശുഭാപ്തി വിശ്വാസം വെച്ചിട്ട് നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിൽ പ്രാർത്ഥിച്ച് ഇനി റിസൾട്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യുക. അപ്പം ഈ എക്സാമിൽ കഴിഞ്ഞ് ഇനിയിപ്പോൾ നമുക്ക് 2 എക്സാമും കൂടി ഉള്ളൂ, ബയോയും ഇംഗ്ലീഷും. അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത പരീക്ഷകൾ തന്നെയാണ്, അത് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ എന്തായാലും മാത്സ് എക്സാമിനെ പറ്റിയിട്ട് ഇനി എനിക്കൊന്നും തന്നെ പറയാനില്ല. എല്ലാവർക്കും ചിലപ്പം ടൈം കിട്ടിയിട്ടുണ്ടാവില്ല, കുറേ പേർക്ക് എഴുതാൻ പറ്റാതെ വന്നിട്ടുണ്ടാവാം. അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസുള്ളൊരു പരീക്ഷ തന്നെയായിരുന്നു. മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ആവറേജ്, ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനെ പറ്റി പറയുകയാണെങ്കിൽ മോഡറേറ്റ്, ബിലോ മോഡറേറ്റ് ആ ഒരു റേറ്റ്. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി NCERT ബേസ് തന്നെയാണ് വന്നിട്ടുള്ളത്. NCERT ഇൻഡെക്സിൽ നിന്ന് കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഈവൻ നമ്മൾ പ്രോബബിലിറ്റി എന്ന് പറയുക ഇത്രയും വർഷം അത്യാവശ്യം നല്ല സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ബട്ട് ഇപ്രാവശ്യം എന്നാണ് വന്നത് പ്രോബബിലിറ്റിന്ന്. അപ്പോൾ എന്തായാലും എനിക്ക് അങ്ങനെ ഒന്നും പറയാൻ കിട്ടുന്നില്ല, വാക്കുകൾക്ക് അതീതമായിട്ടുള്ളൊരു എക്സാം ആയിരുന്നു. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും എങ്ങനെയുണ്ടെന്നുണ്ടായിരുന്നതെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം ആരും വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളുടെ ജീവിതം കടൽ പോലെ കിടക്കുവാണ്. അപ്പം ഇനിയും തോൽവികളാണല്ലോ നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ തോറ്റാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവാൻ പറ്റും. കാരണം തോൽവികളാണ് നമ്മളെ ഓരോ പാഠങ്ങൾ പഠിപ്പിക്കുന്നത്. സോ അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ജീവിതത്തിൽ മുൻപോട്ട് പോകുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമുക്ക് ഒരു പരീക്ഷയ്ക്ക് നമ്മൾ തോറ്റു, അല്ലെങ്കിൽ ഒരു പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞു, നാട്ടുകാർ പറയും, വീട്ടുകാർ അങ്ങനെ പറയും, അവിടെ അങ്ങനെ പോകത്തില്ല, അതൊക്കെ നിങ്ങൾ വിടുക. നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ആ ഒരു മോട്ടീവ് എന്താണോ, നിങ്ങളുടെ ഒരു ഗോൾ എന്താണോ അതിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് പോവുക. ഇനിയിപ്പോൾ കഴിഞ്ഞു, പാസ്റ്റ് ഈസ് പാസ്റ്റ്, ഫ്യൂച്ചർ ഈസ് ഫ്യൂച്ചർ, പ്രസൻറ്റ് ഈസ് പ്രസൻറ്റ്. അപ്പം ഇനി എന്തായാലും ഇനി അങ്ങോട്ട് ഉള്ള ജീവിതത്തിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ എത്തിച്ചേരാൻ പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ഈ എക്സാം അത്യാവശ്യം നിങ്ങളുടെ അഭിപ്രായം എന്താണോ അത് കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ എന്തായാലും എല്ലാവരും ഒരു 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 എന്താ പറയേണ്ട, ഒരു കിളി പോയ ഒരു മട്ടിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ എന്തായാലും സാരമില്ല, കഴിഞ്ഞത് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ എന്തായാലും അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുക, പ്രാർത്ഥിക്കുക. സോ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ബൈ.